ശബരിമലയിൽ ഇത്ര വലിയ തട്ടിപ്പ് നടത്താൻ, അതായത് ഇത്ര വലിയ സ്വർണ്ണക്കൊള്ള നടത്താൻ ഹൈക്കോടതി ഇപ്പോൾ നിരീക്ഷിച്ചതുപോലെ കൂട്ടക്കവർച്ച നടത്താൻ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചത് ആരാണ്? മറ്റാരുമല്ല, ദേവസ്വം ഉദ്യോഗസ്ഥരാണ് എന്നതാണ് ഉത്തരം. പ്രത്യേക അന്വേഷണ സംഘമാണ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം കണ്ടെത്തിയിരിക്കുന്നത്. തട്ടിപ്പിന്റെ പങ്ക് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് SITയുടെ നിഗമനം. റോഷിപാൽ ചേരുകയാണ് വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ EDയുടെ അന്വേഷണത്തിലായാലും SITയുടെ അന്വേഷണത്തിലായാലും കണ്ടെത്തുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കിയെടുത്ത ആസ്തി. ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക വളർച്ച അത് ഏറെ ദുരൂഹം തന്നെയാണ്. അതിന് സമാനം തന്നെയാണോ ഈ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം? ഇത്ര വലിയ തട്ടിപ്പ് അത് പോറ്റി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഉദ്യോഗസ്ഥർ ആസൂത്രിതമായി തന്നെ പോറ്റിക്ക് കൂട്ടുനിന്നു എന്നതാണോ കണ്ടെത്തൽ? വിശദാംശങ്ങൾ എന്താണ്? വിനിത, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായെങ്കിൽ, തന്ത്രിയുടെ ആശീർവാദത്തോടെ കൊള്ള നടന്നെങ്കിൽ അതിന് കൂട്ടുനിന്നത് പൂർണ്ണമായും ശബരിമലയിലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അവർ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തട്ടിപ്പിനെല്ലാ സഹായങ്ങളും നൽകി. സ്വർണം അത് സ്വർണമല്ല, അത് ചെമ്പ് തകടാണെന്ന് എഴുതി ചേർക്കാൻ സഹായിച്ചു. അങ്ങനെ ഒട്ടനവധി സഹായങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്തു. അതുതന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലും. ഇപ്പോൾ വിജിലൻസ് അടക്കം ഈ തട്ടിപ്പിൽ പരിശോധനയിലേക്ക് കടക്കുന്നതിന്റെ കാരണവും ഈ സ്വർണ്ണക്കൊള്ളയിൽ നടന്ന അഴിമതിയാണ്, ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യവിലോപമാണ്. ബോധപൂർവം അവർ കൃത്യവിലോപം നടത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തട്ടിപ്പിന് വഴിയൊരുക്കാൻ പല ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിന്നു. അവരൊക്കെ അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക്, ചോദ്യമുനയിലേക്ക് വരികയും പലരും പ്രതിപട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ പേർ അന്വേഷണ സംഘം പിടികൂടും, അവരും പ്രതിപട്ടികയിൽ ഉൾപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കാര്യമൊക്കെ കൃത്യമായി ഹൈക്കോടതി അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ കൂട്ടുനിന്നതിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തം അത് ചെറുതായി കാണാൻ കഴിയില്ല. വലിയ പങ്കാളിത്തമുണ്ട്. ആ പങ്കാളിത്തം കൂടുതൽ വ്യക്തമാകുന്നു വരും ദിവസങ്ങളിൽ. നിലവിലെ മുരാരി ബാബു ആകട്ടെ, മറ്റു ഓരോ ഉദ്യോഗസ്ഥന്മാരാകട്ടെ, അവർ ഓരോരുത്തരും അവർക്ക് പറ്റാവുന്ന രീതിയിൽ ഈ കൊള്ളയ്ക്ക് സഹായം നൽകി. അതുകൊണ്ട് കൊള്ളയിൽ ഏറ്റവും പ്രധാനികളായി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ മാറുകയും ചെയ്തിട്ടുണ്ട്. വിനീത, അതാണ് ഉദ്യോഗസ്ഥരുടെ പങ്ക്. അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നോക്കൂ, മുരാരി ബാബുവിന്റെ ഉൾപ്പെടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും കോടതി അത് തന്നെയാണ് നിരീക്ഷിക്കുന്നത്. വലിയ സ്വാധീനമുള്ളവരാണ് ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എന്നതാണ് കോടതിയുടെ നിരീക്ഷണം.